ഇന്ന് കുമ്പള അനന്തപുരി ക്ഷേത്രത്തിലേക്ക് പോവാന്ന് പറഞ്ഞിട്ടുണ്ട്. 9 മണിക്കാണ് ട്രെയിൻ. 8:30 ആയി. ഇപ്പോൾ ഒന്നും ആയിട്ടില്ല. അയറക്കുട്ടീനെ കുളിപ്പിക്കണം അത്രേ. ചായ കുടിച്ചതേ ഇല്ലു, ബാക്കിയെല്ലാം നടക്കണം അത്രേ. സിദ്ധനും അതുപോലെ ചിലപ്പോൾ റെഡി ആയിട്ടുണ്ടാവും. നമുക്ക് നോക്കാം. അപ്പം നമ്മൾ പോവാണ്. സിദ്ധൻ ഇപ്പം എന്നെ കൂട്ടാൻ വരുമെന്ന് പറഞ്ഞു. ഞാൻ റെഡി ആയിട്ടൊന്നുമില്ല. ഞാൻ മുടിയെല്ലാം കെട്ടാനുണ്ട്. ഒക്കെല്ലാം സെറ്റായി. ഇതാണ് ഡ്രസ്സ്. മുടി കെട്ടിയ സെറ്റ്. അപ്പോൾ പോയിട്ടാണ്. Meanwhile, ഇന്ന് കുമ്പള അനന്തപുരം അമ്പലത്തിലേക്ക് പോണ. അപ്പം എണീച്ച് പല്ലേച്ചൊന്നുമില്ല. പല്ലെല്ലാം തേച്ചിട്ട് ഉണ്ടെങ്കിൽ കാണാം. അപ്പൊ കുളിച്ചിട്ട് വന്നു. ഞാൻ സാപ്പിടണം. കൊളുത്താണ് കേസ് രാവിലെ. അച്ഛനും കൊടുത്തു പോകുന്നു. ഹലോ, തിരക്കാ? അവിടെ തിരക്കില്ല. പടക്കമുണ്ടല്ലോ. നമുക്ക് 2 പൂച്ചയുണ്ട് കേസ്. കാണിച്ചു തരാം. കണ്ടോ, പേര് വിളിച്ച വരുന്ന നോക്കാം. മിട്ടോ പൂച്ചേ, സാങ്കളി. ആ വന്നിട്ട് ഇത് മിട്ടു പൂച്ച, ഇത് സാങ്കളി പൂച്ച. മിട്ട് സാങ്കളി. മിട്ടുപൂച്ച സാങ്കളി പൂച്ച ഉണ്ട്. ഒന്ന് തിന്നാൻ കൊടുത്തിട്ട് രാവിലെ. എല്ലാവരും പോകേണ്ട തിരക്കിലാണ്. ടാറ്റാ. ഇതാ പിടിച്ച് കയറ്റുന്നുണ്ട്. 1.5 അടിന്ന് പറയണ ഒരു ഉച്ചക്ക് വിളിച്ചിട്ട് പാൻറ്റെല്ലാം എടുത്തിട്ട്. സാരില്ല തിന്നോ. അപ്പം ഞാൻ റെഡി ആയിട്ടാ. ഇതെൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ്. അപ്പോൾ ഞാൻ നേരെ പോവും അക്കൂനാക്കൂട്ടും. എന്നിട്ട് കാഞ്ഞങ്ങാട് ഞാൻ ദേവും സച്ചിൻ കുഞ്ഞ് അവിടെ നിന്ന് ട്രെയിൻ കയറും. ട്രെയിനിലാണ് കേട്ടോ പോകുന്നത്. ഇന്ന് കാർ എടുക്കുന്നില്ല. പിന്നെ അച്ഛനും അമ്മയും നീലശ്ശേരിയിൽ നിന്ന് കയറും. അപ്പം അവിടെ എത്തിയിട്ട് കാണാം. ഈ വീട് വന്നിട്ട് എന്തോ ഒരാൾ തിന്നുന്നുണ്ട്. ഇതാണ് അക്കൂസിൻ്റെ വീട്. ഇന്ന് തിന്നാണ്. ചോള ചായ കുടിച്ചു നോക്കൂ. ചായക്ക് വെറും ചോള. ഇതാ ഗൈസ്, സ്റ്റുഡിയോന്നെടുത്ത കുപ്പായ. ഇതാണ് കഴിഞ്ഞ പോയിട്ട് സ്റ്റുഡിയോന്നെടുത്ത കുപ്പായ. ഗൈസ് ഇവിടെ ഒരാളെ പറഞ്ഞിട്ട് ഇതാ പഠിപ്പിക്കുന്നു. ഇത് അക്കൂസിന്റെ അമ്മമ്മ. ഇത് അക്കൂസിന്റെ അച്ഛൻ. നീ കൂടെ ഹായ് ആക്കിയ. ചായ കുടിച്ചോ? ചോളം കൊണ്ടിട്ടുണ്ട്. ചോളം ഞാൻ ഇപ്പോഴേക്ക് ചായ കുടിച്ചിട്ട് വന്നത്. ഇതാണ് നമ്മളെ സിംബ പൂച്ച. എടാ സിംബ, എടാ പൂച്ച. കാഞ്ഞങ്ങാട് എത്തി ഗൈസ്. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ. ഇതാ ഒരു സിദ്ധാർത്ഥേ പറയൂ. നമ്മൾ കാഞ്ഞങ്ങാട് എത്തി. ഇപ്പൊ ട്രെയിൻ നീലേശ്വരത്ത് കിട്ടുമെന്ന് പറയുന്നത്. അതിൽ അച്ഛനും അമ്മയുണ്ട്, ദേവും സച്ചിൻ വരുന്നുണ്ട്. എൻ്റെ അമ്മ നേരെ കുമ്പള. കറക്റ്റ് ടൈമാണ്. ഇതാ ട്രെയിൻ എത്തിയിട്ടുണ്ട്. അച്ഛനമ്മ അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അപ്പം ട്രെയിനിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ്. വള്ളിക്കര ചായവിടെ വരുമ്പം വഴി ഐറ്റൊക്കെ വന്ന മതി. ആപ്പിള് തോന്നുന്നുണ്ട. യൂട്യൂബ് ചാനലിൽ വീഡിയോ എടുത്തേക്കായിരുന്നു.
രണ്ട് ഇത് പൂട്ട് രണ്ടിടാറില്ല വട്ടത്തി അതിന് കണ്ണ് കാണുന്നില്ല ഇനി. ഇപ്പം 10:11 ആയിട്ടുണ്ട് കറക്റ്റ്. മംഗളാപുരം എക്സ്പ്രസ് കറക്റ്റ് ടൈമിലാണ് എത്തിയിട്ടുള്ളത്. കുമ്പള എത്തി. ഇപ്പോൾ ഈ ട്രെയിൻ വന്നാൽ നമുക്ക് കറക്റ്റ് അനന്തപുരം ടെമ്പിളിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കുമ്പളത്തിരി നടന്നോട്ട് പോകുന്നു ഗൈസ്. എല്ലാവരും ക്ലാസ് ഉണ്ട് ഗൈസ്. ഇതാ മോട്ടർ അമ്മ വീഡിയോ വീഡിയോ അങ്ങനെ വനവാസത്തിന് പോലെ ദേവ ചേച്ചി താഴെ നോക്കിയിട്ട് കണക്ക് ഇല്ലെങ്കിൽ ഓട്ടോയിൽ വീഴും. അക്കൂസിനെ കുപ്പായ നല്ല ഉണ്ട് കേട്ടാ. അക്കു വിളിക്കുന്ന ഇവിടുന്ന് എത്ര മിനിറ്റിന് ഓട്ടമില്ല ഏട്ടാ? 10 10-15 മിനിറ്റിന് ഓട്ടം. ഗവൺമെന്റ് കോളേജ് ഉണ്ട് ഉക്കിനകുണ്ട ഗവൺമെന്റ് കോളേജ്. ഞാനും അക്കും അമ്മ ഒരു വണ്ടിയിലായി. ബാക്ക് ഓട്ടോറിക്ഷയില് അച്ഛനും ദേവും കുഞ്ഞും ചച്ചിയുണ്ട്. അപ്പം അന്നപുരത്തേക്ക് വന്നു. reached. Aku cita, aku janji. Aku janji dah, pulang lagi. നാളെ കൊടുക്കണത് നിന്റെ അടുത്തില്ലാത്ത ഒരു സാധനം കൂടിയില്ല. ഹായ് ക്ഷേത്രം അനന്തപത്മനാഭസ്വാമിന്റെ അമ്പലം തിരുവനന്തപുരം പത്മനാഭസ്വാമിന്റെ മൂലസ്ഥാനം ഇവിടെ തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി അനന്തശയനം ഇവിടെ ഭഗവാൻ ഇരുന്നിട്ട ഇവിടെയാ മൂലസ്ഥാനം. രമേശൻ നീലേശ്വര ഇതെന്താ അനന്തനിധി അന്നനാഥോ സോറി അന്നദാന നിധി എന്നാണല്ലേ. അനന്തനിധി എന്നാണ് ഗൈസ് വായിച്ചത്, മാറിപ്പോയി.
പച്ചളിയും അയറ് ഇതാ മുമ്പിൽ വന്നിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെയുണ്ട് അയറ, അങ്ങനെയുണ്ട് കുളം, അങ്ങനെയുണ്ട് നിങ്ങളോടാണ് ചോദ്യം. അങ്ങനെയുണ്ട്. അതാ അമ്പലം, ഇതാ ബാക്കിൽ ഇതാണ് അമ്പലം. ബബിയ മുതലേന കാണാൻ നമുക്ക് നോക്കാം. അപ്പുറം ഭാഗം ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇതെന്താണ് ഗൈസ്? ഇത് അന്നദാനത്തിന്റെ പ്രസാദം. അന്നദാനം കഴിപ്പിച്ചിട്ടാണ് പ്രസാദം കിട്ടിയത്. അപ്പം പ്രസാദം കഴിക്കാൻ നമുക്ക് അക്കു നല്ല കല്ല്. എന്തോ ഒരു പക്ഷി കരയുന്നുണ്ട്. ഇതാ കൊടുത്തു. കൊടുത്ത് എന്തെന്ന് ചാലഞ്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചിട്ട് മുതലേനെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ആഗ്രഹം നടക്കോ മുതലേനെ കണ്ടാലേ നോക്കാം. നീയും പ്രാർത്ഥിക്കും, ഞാനും പ്രാർത്ഥിക്കാം. മുതലേനെ ഫുള്ള് കാണാം, ലേശ കൊടിയൊന്നും ഉണ്ടാക്കാം.